നാരായണ നാരായണ. ഓം നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്നായ അനിരുദ്ധായ നമ. സംഘർഷണായ ച മുന്നിലും പിന്നിലും കൃഷ്ണ നമിപ്പൂ ഭക്തനായി ഞാൻ കാക്കണം സർവഭാവേന ഭൂവിലും മൃത്യുശേഷവും. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ. ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിലെ 8ാമത്തെ സ്കന്ധത്തിൽ 20ാമത്തെ അധ്യായം വരെയാണ് നമ്മൾ ഇപ്പോൾ പാരായണം ചെയ്ത് വെച്ചത്. 21ാമത്തെ അധ്യായം മുതലേ ഇപ്പോൾ പറയണു. വാമനചരിത കഥയാണ് പറയണത്. ഭഗവാൻ വാമനരൂപിയായി വന്ന് ബലിയുടെ അടുത്തെത്തി 3 അടി മണ്ണ് വേണം എന്ന് യാചിച്ചു. ശുക്രാചാര്യർ അതിൻ്റെ വിശേഷങ്ങളെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. എന്നാലും വിഷ്ണു ആയതുകൊണ്ട് വിഷ്ണുവിന് ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ വലിയ രൂപത്തെ, ആ ത്രിവിക്രമ രൂപത്തെ, ഭഗവാൻ തൻ്റെ വിരാട് രൂപത്തെ ബലിക്ക് കാണിച്ചു കൊടുക്കുന്നതായിട്ടുള്ള രംഗമാണ്. അതിൽ ഭഗവാൻ 3 കാലടികളെ കൊണ്ട് മുഴുവൻ അളക്കും എന്ന് ശുക്രാചാര്യർ പറഞ്ഞത് 2 കാലടികളെ കൊണ്ട് തന്നെ അടിഭാഗവും മുകൾ ഭാഗവും അന്തരീക്ഷവും ഒക്കെ അളന്നെടുത്തു. ഇനി 3ാമത്തെ കാലം എവിടെയാണ് വെക്കേണ്ടത് ഇത് ചോദിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ രംഗമാണ് 21ാമത്തെ അധ്യായം മുതൽ കേൾക്കുക. ഇപ്പോൾ ബ്രഹ്മാവ് തൻ്റെ സത്യലോകത്തിൽ ഈ ഭഗവാന്റെ തൃപ്പാദം കണ്ടു കഴിഞ്ഞപ്പോൾ കമണ്ഡലുവിലെ ജലം എടുത്ത് കഴുകി ആ പാദതീർത്ഥത്തെ കമണ്ഡലുവിൽ തന്നെ സ്വീകരിച്ചു. അത് വീണ്ടും പ്രപഞ്ചത്തിലേക്ക് ഒഴുകി, ബ്രഹ്മാണ്ടത്തിലേക്ക് ഒഴുകി. അത് മഹാദേവൻ, സപ്തർഷികൾ, ധ്രുവൻ, മനുക്കൾ ഇല്ല, അങ്ങനെ എല്ലാ ദിക്കിലും 14 ലോകത്തും ഇത് എത്തി. അതാത് ലോകത്തിലിരിക്കുന്ന ഓരോരുത്തരും ആ ഗംഗാദേവിയെ, വിഷ്ണുപതി എന്ന ഗംഗാതീർത്ഥത്തെ, വിഷ്ണുപാദ തീർത്ഥത്തെ സ്വീകരിച്ചു. ജലം ജീവൻ്റെ ആധാരം. അപ്പോൾ ഊർധ്വഗമനത്തിനും അതേപോലെ തന്നെ താഴേക്ക് വരാനും ഒക്കെ കാരണമായത് ഈ ഒരു ഗംഗാപ്രവാഹം ആണ്. ഭഗവാന്റെ കഥയാകുന്ന ഗംഗയും ഭഗവാന്റെ പാദതീർത്ഥമാകുന്ന ഗംഗയും ഭഗവത് ഭക്തന്മാർ ഭഗവാന്റെ കഥകളെ പാടി അത് ജ്ഞാനപ്രവാഹമായിട്ട് ഈ ലോകം മുഴുവൻ എന്നും ഭഗവത് സ്മൃതിയോട് കൂടിയിട്ട് ജീവിക്കാൻ, അങ്ങനെ ജീവിച്ച് മുക്തി നേടാൻ, ഭഗവാനിൽ തന്നെ എത്തിച്ചേരാൻ കാരണമാക്കി തീർത്തു. അങ്ങനെയുള്ള ആ ഭഗവാൻ വീണ്ടും തൻ്റെ ചെറിയ ആ വാമന രൂപത്തിലെത്തി. ബലി നന്നായിട്ട് സ്തുതിക്കുകയാണ്. ഭഗവാൻ ഇത്രയും വലിയ രൂപത്തിലാവുമ്പോൾ ഇനി ബാക്കിയുള്ളത് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ അത് കാരണം ഭഗവാൻ വീണ്ടും തൻ്റെ വാമന രൂപത്തിലാക്കി. സപരിവാര പൂജ ഒക്കെ ബ്രഹ്മാവ് ചെയ്തതിനെയൊക്കെ സ്വീകരിച്ചു എന്നാണ്. മാത്രമല്ല അവിടെ ഈ നട തുറക്കുന്ന സമയത്ത്, നട അടച്ച സമയത്ത് പാണി കൊട്ടി പാടുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അവിടെ വേണ്ട രീതിയിൽ ചെയ്തു. അതേപോലെ ഇത് മുഴുവൻ സ്വന്തമാക്കി എന്നുള്ളത് ലോകത്തെ മുഴുവൻ അറിയിച്ചത് ജാമ്പുവാനാണ്. പെരുമ്പറ കൊട്ടിയിട്ട് അറിയിച്ചു എന്നാണ്. അപ്പോൾ 14 ലോകങ്ങളും ഇപ്പോൾ വാമനമൂർത്തിയുടെ സ്വന്തമാണ്. അപ്പോൾ ഇനി അതിൽ തർക്കമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാമനമൂർത്തി പറഞ്ഞിട്ടേ മറ്റൊരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. ആ നിലയ്ക്ക് അത് വിളംബരം ചെയ്യപ്പെട്ടു. അപ്പോഴാണ് അസുരന്മാർ പറഞ്ഞത് ഇത് ബ്രാഹ്മണനല്ല, മായാവിയാണ്, ശത്രുവായിട്ടുള്ള വിഷ്ണുവാണ്, നമ്മളെ കള്ളത്തരം കാട്ടിയിട്ട് നമ്മളിൽ നിന്ന്, നമ്മുടെ സ്വാമിയിൽ നിന്ന് കവർന്നെടുത്തതാണ്. അതുകൊണ്ട് നമുക്ക് ഈ സ്വാമിയെ നമുക്ക് സഹായിക്കണം. സ്വാമി ഇപ്പോൾ ദീക്ഷിതനാണ്. അതുകൊണ്ട് ആ സ്വാമിക്ക് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ വീരശൗര്യാദികൾ മുഴുവൻ സ്വാമി തന്നതാ, സ്വാമിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയോഗിക്കണം. നമ്മുടെ ദേഹം ഇപ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണമെന്ന് പരസ്പരം അസുരന്മാർ പറഞ്ഞു. അവർ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. അപ്പോൾ തയ്യാറായ സമയത്ത് ഈ അസുരന്മാരെ വിഷ്ണു പാർഷദർ തടുത്തു. മഹാബലി പറഞ്ഞു, അസുരന്മാരെ ഓരോരുത്തരെയും പേരൊക്കെ വിളിച്ചിട്ടാണ്, നിങ്ങളിപ്പോൾ യുദ്ധം ചെയ്യണ്ട. കാരണം ഇത്രയും കാലം നമ്മൾ
ഭഗവത് അനുഗ്രഹം കൊണ്ട് ഈ സ്വർഗത്തെ മുഴുവൻ ഭുജിച്ചു. നമുക്ക് തൃപ്തിയായിട്ടില്ല, ഇനിയും വേണം. അത് അവസരം വരും, ആ സമയത്ത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തോൽക്കും. കാലം ഇപ്പോൾ നമുക്ക് അനുകൂലമല്ല, ഇപ്പം അവർക്ക് അനുകൂലമാണ്. കാരണം വിഷ്ണു ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ട, നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ലോകത്തിലേക്ക് പോയിക്കോളൂ. അപ്പോൾ ബലിയുടെ ആ ഉപദേശത്തെ അവർക്ക് കേൾക്കല്ലാണ്ട് നിവർത്തിയില്ല. സന്ദർഭം അങ്ങനെയാണ്. അവിടെ വിഷ്ണു പാർഷദന്മാരുടെ പേര് വിസ്തരിച്ച് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് ഇവിടെയാണ്. നന്ദൻ, സുനന്ദൻ, ജയൻ, വിജയൻ, ബലൻ, പ്രബലൻ, കുമുദൻ, കുമുദാക്ഷൻ, വിശ്വക്സേനൻ, ഗരുഡൻ, ജയന്തൻ, ശ്രുതദേവൻ, പുഷ്പദന്തൻ, സാത്യതൻ, സാത്വതൻ. ധാരാളം പേരുകളുണ്ട് കേട്ടോ. അത് ഇപ്പം ആ ഭാഗവതത്തിൽ അവിടെ പറഞ്ഞത് മാത്രം എഴുതി വെച്ചത് വായിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് തടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ബലിയുടെ ഈ വാക്കും കൂടി ആയപ്പോൾ അസുരന്മാർ ക്രമേണ ആ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർ തുടങ്ങുകയും ചെയ്തു. ആ തുടങ്ങിയ സമയത്ത് തന്നെ ഒന്നിച്ച് കുറേ അസുരന്മാരെ ഈ വിഷ്ണു പാർഷദന്മാർ വധിച്ചു. ബലി അപ്പോൾ ഒന്നുകൂടിയും പറഞ്ഞു, ഓർമ്മിപ്പിച്ചു. എന്താ ഓർമ്മിപ്പിച്ചെന്നറിയോ? ഗുരുവിൻ്റെ ശാപമുണ്ട്, എല്ലാം നശിക്കും. അതേപോലെ സ്ത്രീത്വം നശിക്കട്ടെ. യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ മരിച്ചു പോകും. മരിച്ചു പോയാൽ പിന്നെ ഉണ്ടാവുന്ന നമുക്ക് കാലം പ്രതീക്ഷിക്കാനില്ല. ഇപ്പോൾ പോയാൽ കാലം പ്രതീക്ഷിക്കാണ്ട്. അപ്പം അതുകൊണ്ട് ഇത്രയും കാലം സൂചിച്ചില്ലേ, ഇനി കാലം അനുകൂലമാകുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ ഭാഗ്യം അനുകൂലമാണെങ്കിൽ നമുക്ക് സുഖിക്കുകയും ചെയ്യാം. അതുവരെ ഒന്ന് കാത്തിരിക്കൂ. കാലത്തെ ജയിക്കാൻ ആർക്കും പറ്റില്ല, ഭഗവാനും കൂടിയും പറ്റില്ല എന്നാണ്. ഭഗവാൻ തന്നെ പറഞ്ഞ വാക്കാണ്, ഭഗവാന് പോലും പറ്റില്ല കാലത്തെ ജയിക്കാൻ. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ക്ഷമിച്ചു, മടക്കി പോയിക്കോളൂ. അങ്ങനെ അസുരന്മാരൊക്കെ രസാതലത്തിലേക്ക് പോയി. ഭഗവാന്റെ ഇച്ഛ നല്ലോണം മനസ്സിലാക്കി. ബലിയും പലതും കാത്തിരിക്കുകയാണ്. എന്താ കാത്തിരുന്നത്? തന്നെ കൂടി സമർപ്പിക്കാൻ. ഇനി ഇതിൻ്റെ പരിണത ഫലം എന്താണെന്ന് വെച്ചാലല്ലോ, കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ ഗരുഡനെ ഒന്ന് നോക്കണത്. ഗരുഡന് കാര്യം മനസ്സിലായി. ഗരുഡൻ ഭരണപാശം കൊണ്ട് ഈ ബലിയെ കെട്ടിയിട്ടു. ബ്രഹ്മാവിന് പോലും സമ്മതമായില്ല, ആർക്കും സമ്മതാവില്ല. കാരണം സർവസ്തുദാനം നടത്തി. ഇനി ആ ബലിയെ മാത്രമേ കൊടുക്കാനുള്ളൂ. അപ്പോൾ അവിടെ കെട്ടിയിട്ടാൽ എന്താ, കെട്ടിയിട്ടില്ലെങ്കിൽ എന്താ? അപ്പോൾ ഇവിടെ ഭരണപാശം കൊണ്ടാണ് കെട്ടിയിട്ടത്. കാലപാശം, ഭരണപാശം, നാഗപാശം, അങ്ങനെ പാശങ്ങൾ ചിലതൊക്കെ വല്ലാതെ കണ്ട് ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഇവിടെ ഭരണപാശം കൊണ്ടാണ് ഗരുഡൻ കെട്ടിയിട്ടത്. അപ്പോൾ അതാത് കാലത്ത് ചെയ്യേണ്ടതിനെ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഫലം മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. പ്രാരബ്ധം തീർക്കാൻ അങ്ങനെയൊക്കെ സാധിക്കുള്ളൂ. അതൊക്കെ കാലപാശത്തിൻ്റേതായിട്ടുള്ള വിധിയാണ്. നാഗപാശം എന്നുള്ളത് വിഷം തന്നെയാണ്. നമുക്കതിന് മോചനം കിട്ടണമെങ്കിൽ സകലം ശുദ്ധിയാവാതെ കണ്ട് കിട്ടില്ല. ആ ശരീരം കൊണ്ട് പറ്റില്ല വെച്ചാൽ മറ്റൊരു ശരീരം ആ മട്ടാവ് ഉണ്ടാകും. അതല്ലെങ്കിൽ ഗരുഡനെ പോലെയുള്ള ഭഗവത് പാർഷദന്മാർ വന്ന് ഈ നാഗപാശത്തിൽ നിന്നും മോചിപ്പിക്കണം. അതല്ലെങ്കിൽ നാഗപാശത്തിന് രക്ഷയില്ല. ഹിരണ്യകശിപുവിനെ ഈ വരണപാശം കൊണ്ടാണ് കെട്ടിയിട്ടത്. അതേപോലെ ബലിയെ ഇപ്പോൾ വരണപാശം കൊണ്ടാണ് കെട്ടിയിട്ടത്. ജലം ജീവൻ്റെ ആധാരമാണ്, അതിൻ്റെ ഊർധ്വഗതി. അതേപോലെ തന്നെ തിരിച്ച് ഭൂമിയിലേക്കുള്ള താഴേക്കുള്ള വരവ്, അധോഗതിയല്ല, താഴേക്കുള്ള വരവ്, അത് ജലത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ജലം വരുണൻ എന്ന നിലയ്ക്ക്, ഈ ജലാധി ദേവത എന്ന നിലയ്ക്ക്, സമുദ്രം എന്ന നിലയ്ക്ക് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ നിയന്ത്രണത്തിലായി ഈ ജീവൻ, അതാണ് വരണപാശം. കെട്ടുന്നത് ഇവിടെ ഗരുഡനായതുകൊണ്ട് അത് ഭഗവത് ഇച്ഛ. ഹിരണ്യകശിപുവിനെ കെട്ടി, ഹിരണ്യകശിപുവിൻ്റെ മറ്റേ മകൻ പ്രഹ്ലാദനെ കെട്ടിയിട്ടത് ചണ്ടാമർക്കന്മാരാണ്. അവരും വരണപാശം കൊണ്ടാണ് ഈ പ്രഹ്ലാദനെ കെട്ടിയിട്ടത്. ഹിരണ്യകശിപുവിനല്ല, പ്രഹ്ലാദനെ കെട്ടിയിട്ടത്. അപ്പോൾ അവിടെ
ഇതേ ഭാവത്തിലാണോ? കാരണം ആ ചണ്ടാമർക്കന്മാർക്ക് അത്രയ്ക്കുള്ള കഴിവുണ്ട് തോന്നുന്നില്ല. എന്നാലും ഭരണപാശം എന്നുള്ളത് ഈ ജീവൻ ഭഗവാന്റെ കൺട്രോളിലായി എന്നതാണ്. നാഗപാശം ശരിക്കും നശിപ്പിക്കുന്ന രീതിയിൽ തന്നെ വരിക. അജ്ഞാനം അതിൻ്റെ മൂർത്തിമൽ ഭാവത്തിൽ എത്തുമ്പോഴാണ് നാഗപാശ കെട്ട് കിട്ടുക. കാലപാശം എന്നുള്ളത് അതാത് സമയത്തെ നമുക്ക് ഭുജിക്കാൻ പറ്റൂ എന്നുള്ളതിനാണ് കാലപാശം. വരുണപാശം എന്നുള്ളത് ഭഗവാന്റെ ആരെങ്കിലും ആണെങ്കിൽ കെട്ടിയിട്ടതെങ്കിൽ, അല്ലെങ്കിലും അതെ, നമ്മൾ ഭഗവാന്റെ കൺട്രോളിലായി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എന്തിനാ വരുണപാശം കൊണ്ട് കെട്ടിയിട്ടത് എന്ന് ബ്രഹ്മാവ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ ബലിയിൽ അല്ലെങ്കിൽ ഒരു ഭക്തനിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കിയെ ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. എന്താ കാരണം? എന്നിലെത്താൻ ഇത് തടസ്സ. അതുകൊണ്ടാ ബ്രഹ്മാവ് ഈ വരുണപാശം കൊണ്ട് ഗരുഡൻ കെട്ടിയിട്ടപ്പോൾ വല്ലാതെ കണ്ട് വിഷമിച്ചു. ഭഗവാനോട് പറഞ്ഞു, ഇത് ഭഗവാന്റെ കൃപയാണ് എന്ന് ബലി ഉറപ്പിച്ചുവെങ്കിലും ഈ കെട്ടല് ബ്രഹ്മാവിന് ഇഷ്ടമായില്ല. ബലിക്ക് യാതൊരുവിധ ചാഞ്ചല്യം ഉണ്ടായില്ല, മനഃശാഞ്ചല്യം ഉണ്ടായില്ല. അപ്പോൾ ബലിയുടെ ആ സമചിത്തത കണ്ടപ്പോൾ ദേവന്മാർക്കും ബ്രഹ്മാവിനും കൂടി അത്ഭുതമായി. നമുക്ക് ഒരാൾ നമ്മളെ ഒന്ന് അടിച്ചു, അപ്പോൾ ഒരു ഭാവം, നമുക്ക് ധാരാളം ധനം തന്നു, അപ്പോൾ വേറൊരു ഭാവം. ഇതാണ് നമ്മുടെയൊക്കെ ഭാവം. അത് സമചിത്തത എന്ന് പറയുമ്പോൾ അടിച്ചാലും ഒരേ ഭാവം, ധാരാളം ധനം തന്നാലും ഒരേ ഭാവം, നല്ലോണം വിശക്കുന്ന സമയത്ത് ആഹാരം തന്നു വെച്ചാൽ അപ്പോഴും ഒരേ ഭാവം. സമചിത്തതയാണ്. അതത്ര എളുപ്പമല്ല. അപ്പോൾ ബലി അത് കാണിച്ചു. ബലി ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞു എന്നാ, ദുഃഖം സഹിക്കാൻ വയ്യാതെ കണ്ട്. എന്തിനാ ഭഗവാൻ ഇങ്ങനെ ഒരു ശിക്ഷ കൊടുക്കുന്നത് ബലിക്ക് എന്നുള്ളത് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ ഭഗവാൻ പറയാണ്, അല്ലയോ അസുരനായ ബലി, ഈ അസുഷു രമന്ത ഇതിയാണ്. അതുകൊണ്ടാണ് അസുര എന്ന് പ്രത്യേകം സംബോധന ചെയ്യണത്, അല്ലാണ്ട് ബലി ഭക്തനല്ലായിട്ടല്ല. അപ്പോൾ വിളിച്ചു പറഞ്ഞു, എന്താണ്? 2 തൃപ്പാദങ്ങളെ കൊണ്ട് ഞാൻ ഈ പ്രപഞ്ചം മുഴുവനെ അളന്നിരിക്കണം. ഇനി 3ാമത്തെ അടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എവിടെയാ വെക്കേണ്ടത് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ എല്ലാം ഉപയോഗിച്ചെടുക്കണം. എന്തൊക്കെ ഉപയോഗിച്ചു? കാലടി മാത്രമല്ല, ശരീരം, കയ്യ്, അതേപോലെ ഭഗവാന്റെ എന്തൊക്കെയാണോ ഉള്ളത് വെച്ചാൽ അതൊക്കെ എടുത്തിട്ടേ ഈ അന്തരീക്ഷം കിട്ടിയിട്ടുള്ളൂ. കാരണം ഭഗവാൻ വിരാട് രൂപിയായിട്ടാണ് വന്നതേ. അപ്പോൾ വിരാട്ടിൽ പെട്ടാണ് ഇതൊക്കെ. അതുകൊണ്ട് ദേഹം മുഴുവൻ, കണ്ണും മൂക്കും നാക്കും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ല അവിടെ. കാലിൻ്റെ അടി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ദാനം കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ചതിയല്ലേ ചെയ്തത്? ഭഗവാൻ പറയാണ്, ഇതൊന്നും സാരമില്ല, ബലിയുടേത് മുഴുവൻ എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ബലിയെ തന്നിട്ടില്ല. അതുകൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒന്നുകൂടി പറയാണ്, ഗുരു പറഞ്ഞതൊക്കെ നിനക്ക് ഇപ്പോൾ സംഭവിക്കും. വാക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല വെച്ചാൽ നരകമാണ്, അത് ഞാൻ തരുക തന്നെ ചെയ്യും. എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ലെങ്കിൽ അത് വഞ്ചനയല്ലേ? അതുകൊണ്ട് നിനക്ക് നരകം കിട്ടാൻ ഞാനും കൂട്ടു നിൽക്കും. ഭഗവാൻ ഭക്തനാണ്, അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ധനികൻ എന്ന അഹങ്കാരം ഇപ്പോൾ തീർന്നില്ലേ? ഞാനാണ് കേമൻ, അങ്ങ് എന്താച്ചാ ചോദിച്ചോളൂ, ഞാൻ തരാം. ഇപ്പം ചോദിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നഷ്ടമാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത് വീമ്പ്. ഇപ്പോഴോ? ഇപ്പം അങ്ങയുടെ എന്താ ഉള്ളത്? അപ്പോൾ അങ്ങ് ഇപ്പോൾ പറഞ്ഞത് അസത്യമായില്ലേ? അസത്യം പറഞ്ഞാൽ നരകല്ലേ? ഗുരുവിൻ്റെ വാക്കും അതാണ്. ഞാനും അതിനെയാണ് അനുകൂലിക്കുന്നത്. ഭഗവാൻ ബലിയോട് പറയുക, ഭഗവാന്റെ ഈ കഠിന വാക്കുകൾ അതേപോലെ എല്ലാവരെയും വിഷമിപ്പിക്കുന്ന രീതിയിലാണല്ലോ ഈ വാക്ക് വരിക. പക്ഷേ ബലി സമചിത്തത ഉണ്ടായത് കൊണ്ട് പതറിയില്ല. എൻ്റെ അറിവില്ലായ്മയെ നശിപ്പിക്കുന്നതായിട്ടുള്ള ഉത്തമ ശ്ലോകനായിട്ടുള്ള ദേവദേവനായിട്ടുള്ള ഭഗവാനെ അങ്ങ്
ഞാൻ അസത്യം പറയും എന്ന് ഇപ്പം പറഞ്ഞത് ശരിയല്ല. ഇത് അങ്ങയ്ക്കറിയാം, വഞ്ചന എന്നുള്ളത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല. അങ്ങയുടെ മൂന്നാമത്തെ അടി വയ്ക്കാനുള്ള സ്ഥലം ഞാൻ തന്നിരിക്കും. പക്ഷെ അതിന് ഭഗവാൻ എന്നോട് ചെറിയൊരു കാരുണ്യം കാണിക്കണം. എനിക്ക് നരകത്തെ പേടിയില്ല, വരുണപാശത്തെ പേടിയില്ല, കാലദണ്ഡത്തെ പേടിയില്ല, സ്ഥാനഭ്രംശത്തെ പേടിയില്ല, ദിവ്യായുധങ്ങളെ ഒന്നിനും പേടിയില്ല. പക്ഷേ ഞാൻ അസത്യത്തെ ഭയക്കുന്നു. ദേവീഭാഗവതത്തിലെ ഹരിശ്ചന്ദ്രനാണ് ഈ കാര്യം പറഞ്ഞതെങ്കിൽ ഇവിടെ ബലി ഭഗവാനോട് നേരിട്ട് പറയാണ്, എനിക്ക് ഈ അസത്യം താങ്ങാൻ പറ്റില്ല. എന്താ കാരണം? ഭൂമിദേവി പറഞ്ഞിട്ടുണ്ട്, അസത്യം പറയുന്നവരെ, കളവ് ചെയ്യുന്നവരെ, അവരുടെ ദുഷ്ടത കാരണം കൊണ്ട് എനിക്ക് അവരുടെ ഭാരം താങ്ങാൻ വയ്യ. അപ്പം ഞാൻ എന്തായാലും അത് ചെയ്യില്ല. ഭഗവാന്റെ ശിക്ഷ എന്നുള്ളത് അനുഗ്രഹമാണ്. ശിക്ഷ എന്നുള്ളതിന് സംസ്കൃത വാക്കിൻ്റെ അർത്ഥം പഠിപ്പിക്കലെന്നാണ്. അപ്പം അതുകൊണ്ട് അത് അനുഗ്രഹമാണ്. ബന്ധുക്കൾക്ക് ഇത് കഴിയില്ല. അല്ലെങ്കിൽ ബന്ധുക്കൾ മാത്രമല്ലോ, മന്ത്രി, സൈന്യം, അങ്ങനെ പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ശിക്ഷ എനിക്ക് കിട്ടിയത്. അത് അന്യന്മാർക്ക് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ ബ്രഹ്മാവിനും കൂടി മനസ്സിലായിട്ടില്ല. അത് ആദ്യമേ പറഞ്ഞു. അതിന് ശേഷമാണ് ബലിയും ഭഗവാനും കൂടിയിട്ടുള്ള സംവാദം. മാത്രമല്ല ധനം, വിദ്യ, അങ്ങനെ മതം വരാൻ കാരണമായിട്ടുള്ളതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പ്രപഞ്ചം മുഴുവൻ എൻ്റെ കയ്യിലായിരുന്നു. ബ്രഹ്മാണ്ടം മുഴുവൻ എൻ്റെയാണ്. അതേപോലെ ധനമുണ്ട്, വീര്യമുണ്ട്, സുന്ദരിയായിട്ടുള്ള ഭാര്യയുണ്ട്, മക്കളുണ്ട് എന്നും പറയണ്ട. എല്ലാം ഉണ്ട്. ഒന്നുമില്ലാത്തില്ല, ഇനി ഒരു കുറവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അഹങ്കാരം വരാൻ വളരെ പാരമ്പര്യം പ്രഹ്ലാദൻ്റെയാണേ. അപ്പോൾ 3 ലോകം ജയിച്ചതായിട്ടുള്ള ഹിരണ്യകശിപുവിൻ്റെ പാരമ്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം എനിക്കുണ്ട്. അപ്പോൾ ഇത് അഹങ്കാരം തീർക്കാനുള്ള വളരെ നല്ല ഉപായമായിട്ട് ഞാനിതിനെ കാണുന്നു. എൻ്റെ മനസ്സിന് ഏതെങ്കിലും തരത്തിൽ ഈ കറയുണ്ടെങ്കിൽ, ചളിയുണ്ടെങ്കിൽ അത് ഇല്ലാതെ കണ്ട് ശുദ്ധാക്കി തന്നില്ലേ. അപ്പോൾ വൈരഭക്തി കൊണ്ട് എൻ്റെ പാരമ്പര്യത്തിൽ തന്നെ എത്രയോ ഭക്തന്മാർ അങ്ങയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്ക് ആ വൈരഭക്തി പോലും താല്പര്യമില്ല. പ്രഹ്ലാദൻ്റെ ഭക്തിയാണ് എനിക്ക് ഇഷ്ടം. പക്ഷെ അത്രയ്ക്കുള്ള ഭക്തി എനിക്കില്ല. അപ്പോൾ പ്രഹ്ലാദൻ്റെ ഭക്തി തരാൻ അങ്ങ് എനിക്ക് വരമായിട്ട് തന്നാൽ സന്തോഷം, അതിന് വിരോധമില്ല. അതേപോലെ ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തു എന്നോ അല്ലെങ്കിൽ എന്നെ ഈ പ്രകാരത്തിൽ ചെയ്തപ്പോൾ എനിക്ക് ലജ്ജയോ ഇതില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, കുറ്റബോധമില്ല. ഭഗവാന്റെ ഈ ലീല ലോക അനുഗ്രഹമാണ്. പ്രഹ്ലാദനെ രക്ഷിച്ച ഭഗവാൻ ആ കുലത്തിലെ എല്ലാവരെയും രക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നശിക്കുന്നതായിട്ടുള്ള ഈ ശരീരം, ഞാൻ എൻ്റെ എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള ഭാര്യയായാലും വേണ്ടില്ല, മക്കളായാലും വേണ്ടില്ല, ഗൃഹമായാലും വേണ്ടില്ല, ഈ രാജ്യമായാലും എന്തായാലും ശരി, ഈ 14 ലോകങ്ങളും ഞാൻ എൻ്റെ എന്ന് വിചാരിക്കുന്നത് എൻ്റെ തെറ്റാണ് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ഇതൊക്കെ മറന്നതിൻ്റെ ശേഷമാണ് ഭഗവാങ്കലേക്ക് ശരണം പ്രാപിക്കാൻ വരേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ ഇതെല്ലാം എൻ്റേതാണ് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് ഭഗവാനെ ആശ്രയിച്ചത്. അത് തെറ്റായി പോയി എന്ന് മനസ്സിലായി. നമ്മൾ സാധാരണഗതിയിൽ ഭഗവാനെ ആശ്രയിക്കുക എങ്ങനെയാ വെച്ചാൽ, എനിക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്താ ഭഗവാനെ ആശ്രയിക്കണോ, എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്നാണ്. നമ്മുടെ കയ്യിൽ ധാരാളം സ്വത്തുണ്ട്, അതുകൊണ്ട് സുരക്ഷിതനാണ്, അതുകൊണ്ട് ഞാൻ എന്താ ഭഗവാനെ ഇതൊക്കെ തന്നൂലോ, അതുകൊണ്ട് ഞാൻ എന്താ ഭഗവാനെ ആശ്രയിക്കണോ. രണ്ടാമത്തെ വിഭാഗം അങ്ങനെയാണ്. ഇതെങ്ങനെയാണ് വേണ്ടത്? അംബരീഷിനെ പോലെ ഇത് മുഴുവനെ ഭഗവാനെ അങ്ങ് എടുത്തോളും, എനിക്ക് വേണ്ട, എന്തിനാ എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്, അങ്ങ് തന്നെ നേരിട്ട് ചെയ്തോളൂ, എനിക്ക് അങ്ങയെ ഭജിക്കണം, അതേ എനിക്ക് വേണ്ടു. അംബരീഷൻ അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഭരണം ഭഗവാൻ നേരിട്ട് സുദർശന ചക്രത്തെ ബ്രാഹ്മണനായി വിട്ട്, ബ്രാഹ്മണനാണ് മന്ത്രി, അദ്ദേഹമാണ് ഭരിച്ചത്. അപ്പോൾ ഒക്കെ മറന്നിട്ട് ഭഗവാനിൽ ശരണം തേടുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി. നമ്മൾ കിട്ടാൻ വേണ്ടിയിട്ടും കിട്ടിയതിന് നന്ദി അറിയിക്കാനും മാത്രമേ സാധാരണഗതിയിൽ ഭക്തി പ്രയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇവിടെ ബലി അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവർക്കും വലിയൊരു പാഠമാണ്. ഞാനും എൻ്റേതായിട്ടുള്ള ഈ ഐശ്വര്യത്തെ മുഴുവൻ വിടാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചേർന്നു എന്ന് വേണം കരുതാൻ. അതല്ലാച്ചാൽ ഭഗവാൻ ഇങ്ങനെ വന്നിട്ട് എന്നിൽ നിന്ന് ഇത് സ്വീകരിക്കില്ല.
ഇവർ സ്വീകരിച്ചത് എൻ്റെ അഹങ്കാരം മുഴുവൻ ഇതാ തീർന്നിരിക്കണം. ഇങ്ങനെ അഹങ്കാരം മുഴുവൻ തീർന്നിരിക്കുന്നു, ഞാൻ ഭഗവാന്റേതായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്താണ് ഭഗവത് സ്വരൂപനായിക്കൊണ്ട് അത്രയും സൗന്ദര്യത്തോട് കൂടിയിട്ട് പ്രഹ്ലാദൻ അവിടെ വരണത്. മുത്തശ്ശനെ കണ്ടപ്പോൾ ഇവിടെ വരുണപാശം കൊണ്ട് കെട്ടിയിട്ടൊക്കെയാണ്, ബലിക്കൊന്ന് നമസ്കരിക്കാൻ കൂടി നിവൃത്തിയില്ല കേട്ടോ. ഭഗവാന്റെ നിറം അതിസുന്ദരൻ, ആജാനുബാഹു, മഞ്ഞപ്പട്ട്, അങ്ങനെ ഈ വിഷ്ണു സ്വരൂപനായിക്കൊണ്ടാണ് പ്രഹ്ലാദന്റെ വരവ്. മറ്റൊരു വിഷ്ണു. അപ്പോൾ ആ ബലിക്ക് ഈ മുത്തശ്ശനെ ഒന്ന് നമസ്കരിക്കാൻ നിവൃത്തിയില്ല. മനസ്സുകൊണ്ട് ആ പ്രഹ്ലാദനെ നമസ്കരിച്ചു. പിന്നെ പ്രഹ്ലാദന്റെ ഭക്തി എനിക്ക് കിട്ടിയില്ലല്ലോ. ഇപ്പോൾ പ്രഹ്ലാദൻ വിഷ്ണുവിൻ്റെ സ്വരൂപത്തിലാണ്. അതാ ഭക്തി കിട്ടുന്നുണ്ട്, സാരൂപ്യമുക്തി പ്രത്യക്ഷത്തിലാണ്. നമുക്കൊക്കെ സാരൂപ്യമുക്തി കിട്ടുകയാണെച്ചാൽ അല്ല കിട്ടുകയാണെങ്കിൽ അവിടെ പോയിട്ട് വേണം കിട്ടാൻ, ഇവിടുന്ന് കിട്ടില്ല. ഇവിടെ ഭഗവാന്റെ മുമ്പിൽ പ്രഹ്ലാദൻ വരുന്നത് അസുരനായിട്ടാണ്, അതേപോലെ പാർഷദ രൂപത്തിലാണ്. അത് ഈ പാർഷദന്മാർക്കില്ല. പാർഷദന്മാരുടെ പൂർവ്വജന്മത്തിൽ ഏതെങ്കിലും ആയിരിക്കും. ഇവിടെ പ്രഹ്ലാദന്റെ പ്രത്യേകത അവിടെ വർണ്ണിക്കാനുള്ള കാരണം അതാണ്. പ്രഹ്ലാദൻ അസുരനായിട്ട് ചക്രവർത്തിയായിട്ട് ജീവിക്കണു. ആ സമയത്ത് വിഷ്ണു സ്വരൂപനാണ്. ഇനി സാരൂപ്യം ഉണ്ട്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അത് ബലിക്കില്ല. ഇപ്പോൾ ബലിക്കത് കിട്ടൂല, കൊടുത്തിട്ടില്ല ഭഗവാൻ. അത് ബലിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് പ്രഹ്ലാദന്റെ അത്രയും ഭക്തി കിട്ടിയിട്ടില്ലല്ലോ, കിട്ടാൻ അർഹതയില്ലല്ലോ എന്ന്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിണ്ടാവുമെന്ന് കണക്കാക്കണം. അപ്പം ഇങ്ങനെ പ്രഹ്ലാദനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭഗവാനെയും നമസ്കരിച്ചു, പ്രഹ്ലാദനെയും നമസ്കരിച്ചു മനസ്സുകൊണ്ട്. അപ്പോൾ പ്രഹ്ലാദൻ ഭഗവാനെ നന്നായിട്ട് നമസ്കരിച്ചു. ഭഗവാനെ, ഇതെനിക്ക് വലിയ ആശ്ചര്യം ഉണ്ടാക്കി തരുന്നു കേട്ടോ. ബലിക്ക് ആദ്യം അങ്ങ് ഈ സ്വർഗം തൊട്ടുള്ള എല്ലാ ലോകങ്ങളെയും കൊടുത്തു. അഹങ്കാരം വരുന്നുണ്ടോ എന്ന് സംശയം തോന്നി. എന്നോടുള്ള സ്നേഹം കൊണ്ട്, എൻ്റെ പേരക്കുട്ടനോടുള്ള സ്നേഹം കൊണ്ട് അങ്ങ് ഇപ്പോൾ അത് തിരിച്ച് വാങ്ങിയിരിക്കണം. ഇതിലും കൂടുതൽ മോക്ഷത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടെങ്കിൽ ഭഗവാൻ സ്വീകരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്ര നന്നായിട്ട് എൻ്റെ കുടുംബത്തെ അങ്ങ് സംരക്ഷിക്കുമെന്ന് മനസ്സിലാക്കി തന്നത് ഇപ്പോഴാണ്. ഈ വലിയ രക്ഷിച്ചതായിട്ടുള്ള ഭഗവാനെ അങ്ങയെ ഞാൻ നമസ്കരിക്കല്ലാതെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല. ഇങ്ങനെ പ്രഹ്ലാദൻ നന്നായിട്ട് സ്തുതിച്ചു ഭഗവാനെ. ബലി കേൾക്കുകയാണ്. ബലിയുടെ പത്നി വിന്ധ്യാവലി അവിടെ ഉണ്ട്, അവിടെ കേൾക്കുകയാണ്. അപ്പോൾ വിന്ധ്യാവലി പറഞ്ഞു, കുറച്ച് പേടിച്ചിട്ടാണ് പറഞ്ഞത്, ഭഗവാനെ, ഈ സൃഷ്ടിയാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങയ്ക്ക് ലീലയാണ്. ഈ 3 ലോകം കിട്ടിയാൽ ഉണ്ടാകുന്നതായിട്ടുള്ള അഹങ്കാരം അത് എൻ്റെ ഭർത്താവിന് വന്നുവോ എന്ന് സംശയം തോന്നി. അതുകൊണ്ട് അത് അങ്ങയ്ക്ക് ഈ പ്രപഞ്ചം മുഴുവൻ, ബ്രഹ്മാണ്ടം മുഴുവൻ അങ്ങയ്ക്ക് തന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താ ഇതിൻ്റെ ഒരു അർത്ഥം വരിക? അങ്ങയുടേത് ഞങ്ങൾ പിടിച്ചടക്കി, എന്നിട്ട് ഞങ്ങൾ അങ്ങയ്ക്ക് ദാനം തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് ദാനമല്ല. അങ്ങയുടേത് അങ്ങയിലേക്ക് തന്നെ തിരിച്ചെത്തി, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ ബലി യാതൊന്നും ഈ സർവസുദാനം എന്നൊക്കെ പേരിട്ടേ സർവസുദാനമൊന്നും ചെയ്തിട്ടില്ല. അങ്ങയുടെ സ്വത്ത് എൻ്റെ കയ്യിലേ ഉണ്ടായിരുന്നത്, അത് കണ്ടുപിടിച്ചു, അത് തരണം എന്ന് പറഞ്ഞു, ഗതികേട് കൊണ്ട് കൊടുത്തു. ഇതല്ലേ ഉണ്ടായത്. ഇതിൽ ഞങ്ങൾക്ക് എന്താ ഒരു പങ്കുള്ളത്? പ്രഹ്ലാദൻ പോലും പറഞ്ഞത് അങ്ങനെയല്ല, വിന്ധ്യാവലി പറഞ്ഞതാണ് സത്യം. ഈ സ്വത്ത് ആരുടെയാ? ബ്രഹ്മാണ്ടാരുടെയാ? ബ്രഹ്മാണ്ടായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് വിരാട് സ്വരൂപിയായിട്ടുള്ള ഈ ഭഗവാൻ. അപ്പം നേരത്തെ കണ്ടു. അപ്പോൾ ഇത് ബലിയുടെയാണോ? ബലിയുടെ അല്ലാതെ വിന്ധ്യാവലി സത്യ പറഞ്ഞതേ. പ്രഹ്ലാദന്റെ ജ്ഞാനം, ബലിയുടെ ജ്ഞാനം, അതിനേക്കാൾ കൂടുതൽ ജ്ഞാനം വിന്ധ്യാവലിക്ക്. ഒറ്റ ശ്ലോകം, 1-2 ശ്ലോകമേ ഉള്ളൂ. വിന്ധ്യാവലിയുടെ ജ്ഞാനം ഇത്രയും കൂടുതലാണെന്ന് മനസ്സിലാവുന്നത് അപ്പോഴാണ്. ഇത് ഭഗവാന്റെ സ്വത്താണ്. ഭഗവാന്റെ സ്വത്ത് എൻ്റെ ഭർത്താവ് കൈയടക്കിയത് ഭർത്താവിൻ്റെ തെറ്റാണ്. അത് കണ്ടുപിടിച്ചു, അങ്ങ് ഇവിടെ വന്നു, അത് തിരിച്ചു വാങ്ങി. അതിന് ദാനം എന്ന് പറയാൻ പറ്റില്ല. കട്ടെടുത്ത മുതൽ തിരിച്ചു കൊടുത്തു, അത്രയേ ഉള്ളൂ. അതാണ് ചെയ്തത്. അപ്പം അതുകൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കരുത് കേട്ടോ, നേർവഴിക്ക് നടത്തണം കേട്ടോ. ഇനി ഇങ്ങനെ ഒരു അബദ്ധം ചെയ്യിക്കാതെ ഞങ്ങളെ രക്ഷിക്കണം കേട്ടോ. പ്രഹ്ലാദൻ്റെ പേരക്കുട്ടൻ്റെ പത്നിയുടെ വാക്കാണ്. ഇത് തന്നെയാണ് പരീക്ഷിത് മഹാരാജാവും ആ ശാപം കിട്ടിയ സമയത്ത് പറഞ്ഞത്. ഇനി എനിക്ക് ഒരു ജന്മത്തിലും ഇതേപോലെ
അഹം വരുന്ന തരത്തിലുള്ള ഒന്നും എൻ്റെ കയ്യിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തുണ്ടോ അത് മുഴുവൻ അങ്ങ് സ്വീകരിക്കണേ. സർവം എന്നിൽ നിന്നും നശിച്ചു പോട്ടെ. ഇത് എൻ്റെ എന്നായതുകൊണ്ടല്ലേ ഒരു ചത്തപാമ്പിനെ ഞാൻ ആ മഹർഷിയുടെ കഴുത്തിലിട്ടത്. പാപം ചെയ്യാൻ അതാണതിന് കുഴപ്പേ. പാപം ചെയ്യാനുള്ളൊരു വാസന വരും മതം വന്നു കഴിഞ്ഞാൽ. അത് ഇല്ലാണ്ടാക്കി തന്നൂലോ. അപ്പം അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങ് ബലിയിൽ നിന്ന് എല്ലാം സ്വീകരിച്ചെന്നല്ലോ, ഇനി ആ കെട്ടൊന്ന് അഴിച്ചു കൊടുത്തൂടെ, ബലിയെ മോചിപ്പിച്ചൂടെ? ശിക്ഷാർഹനല്ലല്ലോ ബലി. സമ്പാദ്യവും തന്നെയും തന്നിരിക്കുന്നു. ഒരു തുള്ളി ജലം, 2 കറുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത്തിരി ഭക്തിയോട് കൂടിയിട്ട്, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി, ഇങ്ങനെയാണല്ലോ. ആരാണോ എനിക്ക് ഇതുപോലെ ഭക്തിയോട് കൂടിയിട്ട് എന്തെങ്കിലും തരുന്നത്, ഇവിടെ ഭഗവാൻ അതിൻ്റെ ഒരു ധർമ്മം പറയാണ് ബ്രഹ്മാവ്. അങ്ങക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരാൾ ഭക്തിയോട് കൂടി ചെയ്ത് ദാനം തന്നാൽ അത് സ്വീകരിച്ച് എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാനെ ഇപ്പോൾ എന്തിനാ ഈ ബലി ഇങ്ങനെ ശിക്ഷിക്കണത്? ഭക്തനാണല്ലോ, ഭക്തനെ ശിക്ഷിക്കാറില്ലല്ലോ അങ്ങ്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവേ, ഞാൻ ഒരാളെ അനുഗ്രഹിക്കാൻ നിശ്ചയിച്ചാൽ ആദ്യം വേണ്ടത് ഈ അഹങ്കാരമുള്ള എന്ത് കാര്യമാണോ അതിനെ ഞാൻ ഇങ്ങോട്ട് ഹരിക്കും. അതിനുശേഷം ഇനി അദ്ദേഹത്തിൽ ഈ നെഗറ്റീവ്സ് ഒന്നും വരില്ല എന്ന് ഉറപ്പ് വരുത്തും. പിന്നീട് മറ്റൊരാളെ ഏതെങ്കിലും തരത്തിൽ ആസക്തി കൊണ്ടായാലും വേണ്ടില്ല, ഇനി ലോഭം കൊണ്ടായാലും വേണ്ടില്ല, മറ്റേതെങ്കിലും നെഗറ്റീവ് വന്നിട്ടായാലും വേണ്ടില്ല, അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് തോന്നാത്ത വിധം ഞാൻ അയാളെ അനുഗ്രഹിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എല്ലാം എടുത്തത്. ഇപ്പോൾ ഈ അപമാനിച്ചത്, കെട്ടിയിട്ടത് ഇങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ കണക്കാക്കിക്കോളൂ, അത് എൻ്റെ പ്രീതിയാണ്. ആ ഭക്തന് ഇനി തടസ്സമായിട്ട് വേറെ യാതൊന്നും ഉണ്ടാവുകയില്ല. ഈ ബലിക്ക് എല്ലാമുണ്ട്. അഹങ്കാരത്തെ മുഴുവൻ ഞാൻ തീർത്തിരിക്കുന്നു. എൻ്റെ മായയെ പോലും ജയിച്ചിരിക്കുന്നു. മായയെ ജയിപ്പിക്കാനുള്ള വിദ്യ പലതാണ്. മഹാദേവനെ നേരത്തെ മോഹിനി രൂപം കാണിച്ചു കൊടുത്തിട്ട് മായ ജയിപ്പിച്ചു. മാർക്കണ്ഡേയനെ പ്രളയത്തെ മുഴുവൻ അനുഭവിപ്പിച്ചിട്ടാണ് മായ ജയിപ്പിച്ചത്. ഇവിടെ ബലിയെ തന്നിലുള്ളത് എന്തോ അത് മുഴുവൻ എടുത്തിട്ടും കെട്ടിയിട്ടതിന് ശേഷമാണ് മായ ജയിപ്പിച്ചത്. ഇങ്ങനെ എല്ലാവരേക്കാളും ഉയർന്നതായിട്ടുള്ളൊരു സ്ഥാനം ബലിക്ക് ഉണ്ട് എന്ന് അറിഞ്ഞോളൂ ബ്രഹ്മാവെ. സാധാരണക്കാർക്ക് ജയിക്കാൻ പറ്റാത്തതായിട്ടുള്ള പരീക്ഷയാണ് ഞാൻ നടത്തിയത്. ബലിയുടെ സമചിത്തത അത് കണ്ടില്ലേ? ഇപ്പോൾ ധനം പോയി, ഭ്രഷ്ടനായി, ബന്ധിച്ചു, ബന്ധുക്കൾ ഉപേക്ഷിച്ചു, വേദന സഹിക്കേണ്ടി വന്നു, ഗുരുവിൻ്റെ ശാപമുണ്ടായി, ഞാൻ അസത്യമാണ് കാട്ടിയത്, 5-6 വയസ്സുള്ള പ്രായത്തിലുള്ള ഉണ്ണിയായിട്ട് വന്ന ഞാൻ ഇവിടെ 3 അടി മണ്ണ് ചോദിച്ചു, ചെറിയ രൂപമാണ്, ബലി തന്നു, ഞാൻ പക്ഷേ വിരാട്ടായിട്ട് അളന്നെടുത്തു, അത് ഞാൻ കാട്ടിയ തെറ്റാണ്. ആ തെറ്റിനെ ചോദ്യം ചെയ്തില്ല, അത് നടപ്പാക്കിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ടും ഞാൻ എൻ്റേതായിട്ടുള്ള സത്യത്തെ നടപ്പാക്കി. ദേവന്മാരുടെ മീതെയാണ് ബലി. 8ാം മന്വന്തരത്തിൽ ഇനി ഇന്ദ്രനായിട്ടാണ് ബലിയുടെ സ്ഥാനം. ഇപ്പോൾ മുതൽ അഷ്ടദിക്പാലകന്മാരിൽ എല്ലാവരേക്കാളിലും മീതെയാണ് ഈ ബലിയുടെ സ്ഥാനം. അതുകൊണ്ട് ഇപ്പോൾ ഇന്ദ്രനാണ് അർഹത. അതുകൊണ്ട് അത് തിരിച്ചെടുക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇനി അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനായിട്ട് ഈ ബലി വരും. അതുവരെ സുതലത്തിൽ ഇന്ദ്രതുല്യനായിട്ട് സകലവിധ സുഖത്തോടും കൂടിയിട്ട് ജീവിക്കട്ടെ. ആദിയില്ല, വ്യാധിയില്ല, ക്ഷീണമില്ല, ആലസ്യമില്ല, തിരസ്കാരമില്ല, നെഗറ്റീവ്സ്, ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി ഒന്നും ബാധിക്കില്ല. 3 ആധി, 3 ശോകം, പഞ്ചക്ലേശം, സപ്ത വ്യസനം ഒന്നും ബാധിക്കില്ല. എന്നിട്ട് ബലിയോട് ഭഗവാൻ പറഞ്ഞു, ഇന്ദ്രതുല്യനായിട്ടുള്ള മഹാബലേ, അങ്ങയ്ക്ക് സർവമംഗളം ഭവിക്കട്ടെ. ദേവന്മാർ പോലും കൊതിക്കുന്നതായിട്ടുള്ള സുതലത്തിൽ ബന്ധുക്കളുമൊത്ത് സുഖമായിട്ട് താമസിച്ചോളൂ. അങ്ങയെ ധിക്കരിക്കുന്നതായിട്ടുള്ള ദേവകൾ പോലും എൻ്റെ ഈ സുദർശന ചക്രം കൊണ്ട് ഭസ്മമായി തീരും. ഇന്നു മുതൽ അങ്ങയുടെ രക്ഷ ഞാനേറ്റു. അങ്ങയുടെ മാത്രമല്ല, അങ്ങയുടെ ബന്ധുക്കളുടെയും
സകലവിധ രക്ഷിഷ്യേ സർവദോഹം ത്വാം സാനുഗംസ പരിച്ഛദം. അങ്ങനെ അങ്ങയെ മുഴുവൻ സംരക്ഷിക്കും, നെഗറ്റീവ്സ് ഒന്നും ബാധിക്കില്ല. സുതലം സ്വർഗഭി പ്രാർത്ഥ്യം, ഇന്ദ്രാദി ദേവന്മാർ പോലും കൊതിക്കുന്നതായിട്ടുള്ള ഈ സ്വർഗത്തിലേക്ക് അങ്ങ് പോയിക്കോളൂ, ഞാൻ അവിടെ ഉണ്ടായിക്കോളാം. അങ്ങയുടെ ഗോപുരത്തിൽ എന്നും എന്നെ കാണാൻ തക്കവണ്ണം ഞാൻ അവിടെ ഉണ്ടാവും. എല്ലാ ദിവസവും എന്നെ ആശ്രയിച്ചോളൂ. അങ്ങയിലേക്ക് വരുന്ന സകല ചീത്തകളും ഞാൻ നശിപ്പിച്ചോളാം. ഇങ്ങനെ ഭഗവാൻ നന്നായിട്ട് അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം കേട്ടതോട് കൂടിയിട്ട് ബ്രഹ്മാവ് എന്നല്ല അവിടെയുള്ള സകല പ്രഹ്ലാദൻ പോലും അത്ഭുതപ്പെട്ടു പോയി. പ്രഹ്ലാദിൻ്റെ അടുത്തേക്കൊന്നും ഭഗവാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഭഗവാൻ സാധാരണഗതിയിൽ ഭഗവാനെ ഇങ്ങോട്ട് വന്ന് കാണണ്ടേ, ആവാഹന ചെയ്തു വെച്ചാൽ വരും, അത് കഴിഞ്ഞാൽ ഭഗവാൻ പോവും. ഇപ്പം അങ്ങനെയല്ല, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന. ഭഗവാന്റെ ഈ കേട്ടപ്പോൾ, ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭഗവാനെ വന്ദിച്ചു, അതല്ല, പക്ഷെ ബലിയെ നമസ്കരിച്ചു എന്നാ. ബലിയെ എല്ലാവർക്കും നമസ്കരിക്കേണ്ടി വന്നു, കാരണം ദേവന്മാരുടെ മീതിയ സ്ഥാനേ. ബലി വേഗം മുക്തനാക്കപ്പെട്ടു. ഭഗവാൻ തന്നെ സൂചിപ്പിച്ചേ ഉള്ളൂ. അപ്പോഴേക്കും ഗരുഡൻ വന്നു, അത് കേട്ടോ കഴിച്ചു. അപ്പോൾ എല്ലാവരും നമസ്കരിച്ചു. മാത്രമല്ല പൊട്ടിക്കരഞ്ഞു എല്ലാവരും ഭഗവാന്റെ ഈ അനുഗ്രഹം കേട്ടപ്പോഴേ. ഇത് വല്ലാത്തൊരു ആശ്ചര്യം തന്നെയാണ്. കാരണം ഇത്രയും ബഹുമാനം ഒരു ഭക്തന് കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടത്. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പ്രഹ്ലാദൻ പറയാണ്, ഈ ത്രിമൂർത്തികൾക്ക് കൂടി അങ്ങയെ ആശ്രയിക്കാതെ കണ്ട് നിവർത്തിയില്ല. അങ്ങനെയുള്ള അങ്ങ് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെവിടെയാണോ താമസിക്കുന്നത് അവിടേക്ക് വരികയാണ്. ഇത് അത്യത്ഭുതം എന്നല്ലാതെ എന്താ പറയുക. അങ്ങയുടെ ഈ സമഭാവന, തുല്യദർശനം, ഇത് അങ്ങയ്ക്കല്ലാതെ വേറെ ആർക്കാ ചെയ്യാൻ സാധിക്കുക? ഇത് ഭഗവാന്റെ മായ, ഭഗവാന്റെ ലീല, ഭഗവാന്റെ ഈ ചെയ്തികളുടെ അല്ലെങ്കിൽ ഈ അനുഗ്രഹത്തിൻ്റെ രഹസ്യം അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ആർക്കും ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് വിലയിരുത്താൻ സാധിക്കില്ല. അപ്രമേയം തന്നെയാണ് ഭഗവാൻ. പ്രഹ്ലാദൻ പറയുക. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, മതി മതി പ്രഹ്ലാദ, ഈ ബലിയും കൊണ്ടിട്ട് സുതലത്തിലേക്ക് നേരിട്ട് പോയിക്കോളൂ. അവിടെ വളരെ സുഖമായിട്ട് താമസിച്ചോളൂ. അപ്പോൾ കർമ്മബന്ധം മുഴുവൻ തീർന്നു, മുക്തി കിട്ടി. 21 തലമുറയ്ക്ക് മുക്തിയാണ്. ഇനി അവരെന്ത് ചെയ്താലും അവർക്ക് ലോപം വരില്ല, ഒരു അധപ്പതനം വരില്ല, ഒരു ച്യുതി വരില്ല. അത്ര അങ്ങനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഭഗവാൻ. അതുകൊണ്ട് അവരെല്ലാവരും ഭഗവാനെ പ്രദക്ഷിണം വെച്ചു, അനുഗ്രഹം വാങ്ങി സുതലത്തിലേക്ക് എല്ലാവരും പോയി. അസുരന്മാരെ, പ്രഹ്ലാദൻ, മറ്റേ ബലി, ആരൊക്കെയുള്ള വെച്ചാൽ അങ്ങോട്ട് കൂടെ പോകേണ്ടവരൊക്കെ പോയി. ഭഗവാൻ ആ സമയത്ത് ശുക്രാചാര്യരെ വിളിച്ചു. ബ്രാഹ്മണ യാഗം മുഴുവനാക്കും. ബ്രാഹ്മണരുടെ ഈ സാന്നിധ്യം മഹാപാപത്തെ മുഴുവൻ തീർക്കും. അനവധി ബ്രാഹ്മണരുണ്ട്, മഹർഷിമാരൊക്കെ ഉണ്ട് അവിടെ, പ്രജാപതിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ശുക്രൻ പറഞ്ഞു, അല്ല ഭഗവാനെ, കർമ്മഫലദാതാവായിട്ടുള്ള അങ്ങ് യാഗത്തിൽ ഇപ്പോൾ ഇതാ വന്നിരിക്കണോ, യാഗം പൂർണ്ണമായില്ലോ, ബലി അനുഗ്രഹിക്കൽ കഴിഞ്ഞല്ലോ, ദ്രവ്യം, മന്ത്രം, തന്ത്രം ഇവയ്ക്ക് ഏതെങ്കിലും തരത്തിൽപ്പെട്ടതായിട്ടുള്ള ഒരു ന്യൂനത വന്നു വെച്ചാൽ അത് മുഴുവൻ നാമം ജപിച്ച് പരിഹരിക്കുകയാണല്ലോ ചെയ്യാറ്. ഇവിടെ ആ നാമിയായിട്ടുള്ള അങ്ങ് പ്രത്യക്ഷമായിട്ട് വന്നിട്ട് യാഗഫലം മുഴുവൻ എല്ലാവർക്കുമായിട്ട് കൊടുക്കുകയും ചെയ്തു. യജമാനന് ആ അനുഗ്രഹത്തെ ഭഗവാൻ കൊടുക്കുകയും ചെയ്തു. ഇനി എന്താ യാഗം പൂർത്തിയാക്കാനുള്ള? ഇപ്പോൾ യാഗം പൂർത്തിയായില്ലേ ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അങ്ങനെയല്ല, യാഗത്തിന് പൂർത്തീകരിക്കാൻ ചില നിയമങ്ങളൊക്കെ അല്ലേ. ഇടയ്ക്ക് വെച്ച് യാഗം നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ അത് അനുകരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല, യാഗത്തിനെ പൂർത്തീകരിക്കണം ആ വിധിക്കനുസരിച്ച് എന്ന് പറഞ്ഞു. ശരി, അങ്ങ് പറഞ്ഞാൽ അങ്ങയുടെ വാക്കാണല്ലോ ആജ്ഞ, അതാണല്ലോ വേദം, ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീട് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു. അവഭൃത സ്നാനം ഉൾപ്പെടെയുള്ള സകലതും ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് ശുക്രാചാര്യരെ വളരെ നന്നായിട്ട് ചെയ്തു. അപ്പോൾ ബ്രാഹ്മണർക്കൊക്കെ വലിയ സന്തോഷമായി. കാരണം ഭഗവാന്റെ കൂടെ നിന്നിട്ടാണ് ചെയ്യണത്. അവഭൃത സ്നാനം തന്നെ ഭഗവാന്റെ കൂടെ ഒക്കെ തരാവേ. മുക്തിയായി. ഇനി ഇവിടെ ജീവിച്ചാലും കുഴപ്പമില്ല, ജീവിച്ചാലും കുഴപ്പമില്ല. അതായത് ഒരേപോലെയാണ്, വൈകുണ്ഠം തന്നെയാണ് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു സൗഭാഗ്യത്തെയാണ് ഭഗവാൻ അതോടുകൂടി കൊടുത്തതേ. ശത്രുക്കളെ കീഴടക്കിയ ത്രൈലോക്യം ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ സുഖത്തോടു കൂടിയിട്ട് ബലിക്ക് സുതലത്തിലും, അതേപോലെ തന്നെ ബലി അടക്കി ഭരിച്ചതായിട്ടുള്ള ഈ സ്വർഗത്തെ ഇന്ദ്രന് വേണ്ടിയിട്ട്, ഏട്ടന് വേണ്ടിയിട്ട് ഈ വാമനമൂർത്തി കൊടുക്കുക. ഉപേന്ദ്രനായിട്ടാണ് ജനിച്ചെന്ന്. അപ്പോൾ അത് ഈ വാമനൻ, ഉപേന്ദ്രൻ, ഏട്ടനായിട്ടുള്ള ഇന്ദ്രന് ഈ സ്വർഗത്തെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു.
അങ്ങനെ ഈ പുരന്ദരൻ ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നു കുറച്ചൊരു ജാള്യതയോട് കൂടിയിട്ട്. കാരണം തൻ്റെ അതേ തുല്യ അർഹതയിലാണ് ബലി ഭരിക്കുന്നത്. എപ്പോൾ വേണമെച്ചാൽ ഈ ഇന്ദ്രനെ ഭഗവാന് മാറ്റാൻ സാധിക്കും. ചെയ്യില്ല, അത് വേറെ വിഷയം. എങ്കിലും അപ്പോൾ 8-ാം മന്വന്തര തുടക്കം മുതൽ ബലിക്ക് ത്രൈലോക്യം ഭഗവാൻ കൊടുത്തിരിക്കുന്നു. ഇനി രണ്ടാമതൊരു യാഗം വേണ്ട. അതാണ്. അപ്പോൾ എല്ലാവരും ഭഗവാനെ 3 ലോകങ്ങൾക്ക് നാഥനാക്കി. ഇന്ദ്രനെ അത് ഭരിക്കാനായിട്ട് ഭഗവാൻ ഏൽപ്പിച്ചു. ഭൂമിയെ ഭരിക്കാൻ ഈ വൈവസ്വത മനുവിനെ ഏൽപ്പിച്ചു. സപ്തർഷികളെ, മറ്റെല്ലാ ഋഷികളെയും ഇതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ജ്ഞാനത്തെ പ്രചരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കി. ഭഗവാനും ഇന്ദ്രനും കൂടിയിട്ട് സ്വർഗത്തിലേക്ക് അവിടെ നിന്ന് യാത്രയാവുകയും ചെയ്തു. ഇപ്പം എല്ലാവരും ഈ വാമനനെ വാഴ്ത്തി, അതേപോലെ മഹാഭക്തനായിട്ടുള്ള ബലിയെ വാഴ്ത്തി, അവിടെ കൂടിയിരിക്കുന്ന ഋഷികളെയെല്ലാം വാഴ്ത്തി. അതിഥിയെയും കശ്യപനെയും നന്നായിട്ട് സ്തുതിച്ചു. വലിയ കാൽവെപ്പുകളോട് കൂടിയ ഈ ഭഗവാൻ ത്രിവിക്രമൻ, ഗുരുക്രമൻ, വാമനൻ്റെ ചെറിയ രൂപത്തിലായിക്കൊണ്ട് വാമനൻ്റെ കഴിവിനെ, ഭഗവാന്റെ കഴിവിനെ ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല. അത്രയും വലിയ ആ ഈശ്വരഭാവത്തെ ഋഗ്വേദത്തിൽ വളരെ വിശിഷ്ടമായിട്ട് വസിഷ്ഠ മഹർഷി ഒരു പ്രത്യേക രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അപ്രമേയനായിട്ടുള്ള ഭഗവാനെ, വാമനമൂർത്തിയെ, ഈ ത്രിവിക്രമൻ്റെ ചരിതത്തെ ആരാണോ കേൾക്കുന്നത്, സ്മരിക്കുന്നത്, അവർക്ക് സകലവിധ പാപങ്ങളെയും ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അതേപോലെ ഇത് കേട്ടുകഴിഞ്ഞാൽ മുക്തിയും കിട്ടും. നമ്മൾ പരിഹാരാദി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, യാഗ പൂജാദികൾ ചെയ്യുമ്പോൾ, ശ്രാദ്ധം തുടങ്ങിയതൊക്കെ ചെയ്യുമ്പോൾ ഈ വാമനചരിതം 9 അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ആ മുക്തി കിട്ടാത്തവർക്ക് മുഴുവൻ മുക്തി കിട്ടും. ഈ കുലം മുഴുവൻ ശുദ്ധമാവും. അത് അഥവാ എന്തെങ്കിലും കർമ്മത്തിന് വല്ല ലോപം വന്നു വെച്ചാൽ ആ ലോപം ഇല്ലാണ്ടാക്കും. ഇങ്ങനെ കർമ്മഫലത്തെ പൂർണ്ണമായിട്ട് അത് സ്വീകരിക്കുമ്പോൾ ചില പ്രാരബ്ധങ്ങൾ വരാൻ ഇടയുണ്ട്. ആ പ്രാരബ്ധങ്ങൾ വരാതെ കർമ്മത്തെ സുരക്ഷിതമാക്കിയിട്ട് തീർക്കും. അതാണ് ഈ വാമനാവതാര ചരിതത്തിൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള ഈ കഥ ശ്രീ ശുക ബ്രഹ്മർഷി പരീക്ഷിത്തിനോട് പറഞ്ഞു. പരീക്ഷിത്ത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഗുരുവിനെ നമസ്കരിച്ചു, വാമനമൂർത്തിയെ നമസ്കരിച്ചു, മഹാഭക്തനായിട്ടുള്ള ബലിയെ നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ പ്രത്യക്ഷ മുക്തിയാണ്. ഈ പരീക്ഷത്തിന് അതിൻ്റെ പാമ്പ് കടിക്കൂല. അതിൻ്റെ മുന്നേ ഭഗവാനിൽ എത്തിച്ചേരുകയും ചെയ്യും. പിന്നെ ആ ശരീരത്തിനെ തക്ഷകൻ കടിച്ചു. കാരണം ശൃംഗിയുടെ വാക്ക് സത്യാവണ്ടേ, അതുകൊണ്ട്. അപ്പോൾ അവിടെ ഇത്രയും നന്നായിട്ട് ഇപ്പം നമ്മളെ ഭരിക്കുന്നതായിട്ടുള്ള ഈ വാമനനെ എത്രത്തോളം ഭക്തിയായിട്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, വാമനൻ ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മെ എങ്ങനെയാണ് ഈ ച്യുതിയിൽ നിന്നും ഉയർത്തുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വാമനമൂർത്തിയെ സദാസമയത്തും സ്മരിക്കുക. പ്രശ്നിഗർഭനായിട്ടും വാമനനായിട്ടും ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല ഇപ്പോൾ കലികാലമാണല്ലോ. അപ്പോൾ ആ ജ്ഞാനമാകുന്ന വാള് എടുത്തുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള കുതിരപ്പുറത്ത് ഭഗവാൻ, അതാണ് കുതിരപ്പുറത്ത്, ഇന്ദ്രിയങ്ങളായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഭാവം, കുതിരയെ നിയന്ത്രിക്കുകയാണല്ലോ ചെയ്യുക. കുതിരയുടെ പുറത്ത് സഞ്ചരിക്കുന്നയാൾ കുതിരയെ നിയന്ത്രിക്കുക ചെയ്യുക. അപ്പോൾ ആ കുതിര ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ ഭഗവാൻ, വാള് ജ്ഞാനമാണ്. അപ്പോൾ ആ ജ്ഞാനം തന്നിട്ട് നമ്മളെ വൈരാഗ്യ ഭക്തിയോട് കൂടിയിട്ട്, വൈരാഗ്യം ഉണ്ടാവണം, ഭക്തിയുടെ ഒരു ചേരുവയാണ് വൈരാഗ്യം. അങ്ങനെ അപ്പം ജ്ഞാനം കിട്ടി, ഭക്തി കിട്ടി, വൈരാഗ്യം കിട്ടി. അതാണ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സനകാദി മഹർഷിമാർ നാരദനെ കേൾപ്പിച്ച് ഭാഗവതം വായിച്ചത്. അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഊർജം, ഓജസ്, യൗവനം ഒക്കെ കിട്ടി. നമുക്കും അതേപോലെ ഭഗവാൻ തരുമാറാകട്ടെ. അതാണ് കൽക്കി അവതാരം. നമുക്ക് ആ ഭഗവാനെ നമസ്കരിക്കാം. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണായ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, നാരായണ നാരായണ നാരായണ. ഞാൻ വടശ്ശേരി ഹരിനമ്പൂതിരി, 904 803 9304. ഞാൻ എഴുതിയ ഭാഗവത സംജ്ഞാസംഗ്രഹം, ഭാഗവതത്തിൻ്റെ പരിഭാഷ ഇപ്പോൾ 2 കൊല്ലമേ ഉള്ളൂ ആയിട്ട്
അത് റീപ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് വാങ്ങി വായിക്കണമെന്ന് വളരെ വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. അത് 9 യജ്ഞങ്ങളിപ്പോൾ കഴിഞ്ഞു. ഇനി 10ാമത്തെ യജ്ഞം അടുത്ത ഫെബ്രുവരിയിൽ നടക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് വരിക. അത് മലയാളം വളരെ ലളിതമായിട്ട് മനസ്സിലാവും. എല്ലാവരും അത് വാങ്ങണം. സ്വയമേവ ഇരുന്ന് വായിക്കാൻ തരാവും. വായിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാവും. ഗദ്യം പോലെയും പദ്യം പോലെയും വായിക്കാം. പാട്ടുകാർക്ക് 7 തരത്തിൽപ്പെട്ടതായിട്ടുള്ള സ്വരങ്ങളിൽ അത് പാടാൻ പറ്റും. അത് ഓർക്കസ്ട്രയോട് കൂടിയിട്ട് പാടാൻ പറ്റും. ഞാൻ പല കഥകളി പാട്ടുകാർക്കും അത് കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ അത് പാടണില്ല. അവർ പാടിക്കോളും. എനിക്ക് യാതൊരു തർക്കമില്ല, എനിക്ക് സംശയമില്ല. ഇത് ഭഗവാൻ സ്വീകരിച്ച പുസ്തകമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഭക്തന്മാരോട് പറയുകയാണ്, അവരെന്നാണോ അവരല്ലെങ്കിൽ മറ്റൊരാൾക്കാർ ആരെങ്കിലും അത് പാടും. എൻ്റെ പുസ്തകം മറ്റൊരാൾ പഞ്ചാഹമായിട്ട് വായിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു. ഇനി ഇതേപോലെ തന്നെ ഈ പുസ്തകം കയ്യിലുള്ളവർ ആചാര്യസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ സപ്താഹമായിട്ട് വായിക്കുന്നത് ഭക്തരായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ തന്നെ എഴുതിയത്, ഞാൻ തന്നെ സപ്താഹമായിട്ട് വായിക്കുന്നത് തിരുമുമ്പിന് ശേഷം ഒരു പക്ഷേ ഞാനേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമുമ്പ് ഭാഗവതം വായിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. ദേവീ ഭാഗവതമേ ഇങ്ങനെ യജ്ഞമായിട്ട് നടത്തിയിട്ടുള്ളൂ. അപ്പോൾ അതും ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. ഈ കുലത്ത് ജനിക്കാനും എൻ്റെ മുത്തച്ഛനായിട്ടുള്ള വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി ഒരു അസ്ട്രോണമിസ്റ്റ് 1000 കൊല്ലത്തിന് മുന്നെയാണ്. ആ മുത്തച്ഛൻ്റെ അനുഗ്രഹമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. ശാരീരികമായിട്ട് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ട്, മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. അത് ഭഗവാൻ എങ്ങനെയാ വെച്ചാൽ ആയിക്കോട്ടെ, പ്രാരബ്ധം തീർക്കുകയാണ്, അത്രയേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവരും ഭാഗവതത്തെ കേൾക്കുക, ആശ്രയിക്കുക. കുട്ടികൾക്ക് ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് വായിപ്പിക്കുക. അതിന് വേണ്ടിയിട്ട് അത് വാങ്ങി വായിക്കണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ.